ഇന്റർവ്യൂ കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ഇല്ല, ഞാൻ അങ്ങോട്ട് കരഞ്ഞ് 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 ഇല്ലാണ്ടായി. കാരണം ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ എനിക്ക് ജോലി കിട്ടിയെന്നുള്ളതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് കണ്ടവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്ക് പ്രതീക്ഷിച്ച കൂടി ഇല്ല. ഞാൻ ലിങ്ക്ഡിൻ നിന്നൊക്കെ എനിക്ക് കുറെ പിള്ളേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. കുറെ പേരെ ലിങ്ക്ഡിനിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആഴ്ച നമുക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും അത് പോയി വാച്ച് ചെയ്യൂ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം. പ്ലേസ്മെന്റുകൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാക്കർ റാങ്ക് ലീഡ് കോഡൊക്കെ യൂസ് ചെയ്തിട്ട് മുന്നേ ഈ TCS UST ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, കോഡിംഗ് ക്വസ്റ്റ്യൻസ്, അതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, അങ്ങനെയാണ്, എനിക്ക് ബുദ്ധിയൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ലേറ്റർ നമുക്കത് ഇൻട്രസ്റ്റ് ആയി വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, അത് സോൾവ് ചെയ്തു, ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്ത് അവർ അത്രയും ചെയ്തു, ഞാൻ ഇത്രയും ചെയ്തു, അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്പനികളൊക്കെ പ്ലേസ്മെന്റിന് വരുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മുന്നത്തെ ഇയർ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു. ഞങ്ങളുടെ ഇയർ വന്നപ്പോൾ, പ്ലേസ്മെന്റ് വന്നപ്പോൾ എല്ലാ കമ്പനിയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കോഡിംഗ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. UST പോലും ഞങ്ങൾക്ക് ഒരെണ്ണൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ഒരെണ്ണേ സോൾവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ലെവൽ ഓഫ് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു മുന്നത്തെ ഇയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് UST അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ TCSഉം എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നിരവധി കമ്പനികൾ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെയാണ് ഈ മുന്നേ ചോദിച്ചിട്ടുള്ള TCS USTയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കോളേജിലേക്ക് പൈത്തൺ ട്രെയിൻ ചെയ്യാനായിട്ട് മെനിഫോൾഡ് എന്ന് പറഞ്ഞ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഹാക്കർ റാങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇട്ട് തന്നു, TCS ക്വസ്റ്റ്യൻസ്, UST ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾക്ക് അത് തന്നിട്ടുണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ കുറേ കമ്പനികളുടെ കോഡിംഗ് ഗ്രൗണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1-2 പേർക്കൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് പ്രാക്ടീസ് കുറവാണോ എന്നറിയില്ല. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2025 എല്ലാ കമ്പനികളുടെ കോഡിംഗ് ക്വസ്റ്റ്യൻസും വളരെ ടഫ് തന്നെയായിരുന്നു കമ്പാരിറ്റീവ്ലി പ്രീവിയസ് ഇയർ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ളൊരു രീതിയിൽ നമ്മൾ ട്രെയിൻഡ് ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല. അതും കൂടി ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ പ്ലേസ്മെന്റിൽ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഹോപ്പൊക്കെ എനിക്ക് പോയി, കിട്ടില്ല എന്നായി. പിന്നെ എനിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പൈത്തൺ ട്രെയിനർ ആയിട്ടായിരുന്നു. അത് പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കരിയർ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പൈത്തൺ പിള്ളേരെ പഠിപ്പിക്കുക, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. അതിലേക്കൊന്നും ആയിരുന്നില്ല എൻ്റെ കരിയർ എനിക്ക് വേണ്ടത്. എനിക്കൊരു IT കോർപ്പറേറ്റ് ഗേൾ സെറ്റപ്പ് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അത് പോകുന്നില്ല എന്ന് വെച്ചു ഞാൻ. അങ്ങനെ നമ്മുടെ കോളേജ് ലൈഫൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടം വരെ നമുക്ക് ആഗ്രഹിച്ച ജോലിയിലേക്ക് നമ്മൾ അപ്പോഴും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോളേജും കഴിഞ്ഞു, പ്ലേസ്മെന്റ് ഒന്നും ആയില്ല. അടപടലം മൂഞ്ചി എന്നുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലങ്ങോട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ എൻ്റെ മേമയും പേപ്പനും IT-ലാണ്. അവർ 2 പേർക്കും ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ബാംഗ്ലൂരാണ് അവർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ശരി ഇനി കുറച്ചേരം അവരുടെ അവിടെ പോയി നിൽക്കാന്നുള്ള രീതിയിൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാംഗ്ലൂർക്ക് വിട്ടു. അവിടെ പോയിരുന്നിട്ട് എന്നെ അവർ 2 പേരും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നൗക്രിയിൽ അപ്ലൈ ചെയ്തു. നൗക്രിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മുടെ പ്രൊഫൈല് എന്നും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് നമ്മുടെ നൗക്രി പ്രൊഫൈലിൽ വരുത്തിയാലേ നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലും മുകളിലേക്ക് വരുള്ളൂ. ഇതൊക്കെ എനിക്ക് എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മാമും പേപ്പനൊക്കെ പറഞ്ഞ നല്ല കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ ലിങ്ക്ഡിന് അതൊക്കെ അവിടെ പോയിട്ട് ഞാൻ ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെച്ചു. ദിവസം ഇരുന്ന് അപ്ലൈ ചെയ്തു. നമുക്ക് അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ദേഷ്യം വരും. എനിക്കൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്ത് ഒരാളുടെ ഇത് പോലും നമുക്കൊരു എന്തെങ്കിലും ഒരു രീതിയിൽ ഓക്കെ യുവർ റെസ്യൂമേ ഹാസ് ബീൻ സെലക്റ്റഡ് എന്ന് പോലും വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു എല്ലാ ദിവസവും എഴുന്നേക്കുന്നു അപ്ലൈ ചെയ്യുന്നു, ഇങ്ങനെ ഒരു ലൈഫിലേക്ക് എന്നെ മാറിയിട്ടോ. പിന്നെ ഈ 2025 ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചെങ്കിൽ, ഫ്രഷേഴ്സിനൊന്നും അധികം എടുക്കുന്നില്ല. 2025 മാത്രമല്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. ഫ്രഷേഴ്സിനൊന്നും അധികം എടുക്കുന്നുണ്ടായിരുന്നില്ല. ഹയറിംഗ് ഒക്കെ ഫ്രീസ് ആയിരിക്കുന്ന ഒരു സമയമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മേമേൻ്റെ പേപ്പറിൻ്റെ കമ്പനിയിൽ പോലെയെങ്കിലും ട്രൈ ചെയ്യായിരുന്നു. ഇതെനിക്ക് അതിന് പോലുള്ള ഓപ്ഷൻ ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം നമുക്ക് യാതൊരു വകയിലുള്ളൊരു ഹോപ്പും ഇല്ലാതായി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ജോലി ഇല്ലാത്തതിൻ്റെ ഒക്കെ ഒരു വിഷമല്ലേ, അതൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് മാത്രമായിരുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ. മൊത്തത്തിൽ എൻ്റെ ബാച്ചിലുള്ള എല്ലാ പിള്ളേരും ഈ ഒരു സംഭവം അനുഭവിക്കുകയായിരുന്നു. അത് നമുക്ക് അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ.
എന്നാലേ നമുക്ക് ആ ജോലിക്ക് കയറുമ്പോൾ ആ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതൊക്കെ നല്ലപോലെ അനുഭവിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഞാൻ വിഷമിച്ച് ഉറക്കമില്ല ഒന്നുമില്ലാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ലിങ്ക്ഡിനിൽ ഇങ്ങനെ തപ്പി 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 എൻ്റെ മേമേരെ കമ്പനിയിൽ ഞാൻ ഒരു ഫ്രഷർ ഓപ്പണിംഗ് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ അത് മേമയ്ക്ക് വേഗം അയച്ചു, എന്നെ റെഫർ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ HR അയച്ച് എന്നെ റെഫർ ചെയ്ത് എനിക്ക് അവിടെ നിന്ന് ഇന്റർവ്യൂ കോൾ വന്നു. അങ്ങനെ എന്നെ HR കോൾ ചെയ്തു. HR കോൾ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ കൺഫർമേഷനുള്ള കോളായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടെന്ന്. പക്ഷെ എനിക്കത് ശരിക്കും HR ഇന്റർവ്യൂ ആയിരുന്നു അന്ന്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഈ കോള് വരുന്നത്. ബബ്ബ അടിച്ച് എങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ HR പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു അസസ്മെന്റ് ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ടെക്നിക്കൽ ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി എനിക്ക് HR എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, SQL എന്തൊക്കെ നോക്കണം, പ്രൊജക്റ്റുകൾ എന്തൊക്കെ ചെയ്യണം, റെസ്യൂമെ നീ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ആ HR എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മേമയും കൂടിയിട്ട് ആ ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ആ ഇന്റർവ്യൂവിന് വേണ്ടി. എനിക്ക് അങ്ങനെ ആ ടെക്നിക്കൽ റൗണ്ടിന്റെ ദിവസമായി ഞാൻ വളരെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയായിരുന്നു. കാരണം നമുക്ക് ഇതുവരെ എല്ലാ ഹോപ്പും പോയിട്ട് ഇങ്ങനെയൊക്കെ ദൈവം തന്നൊരു ചാൻസ് അല്ല, ഇത് എങ്ങനെയെങ്കിലും എനിക്ക് മേടിക്കണം എന്നെനിക്കൊരു വളരെയധികം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വളരെ ടെൻഷനും വളരെ ആഗ്രഹത്തോടു കൂടി ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ടെക്നിക്കൽ റൗണ്ട് 2 പേരായിരുന്നു എന്നെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നത്. 2 പേരും ഒരു 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രഷർ ആണെന്നൊക്കെ പറഞ്ഞ് അവര് എൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചത്. എനിക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിന് എല്ലാ രീതിയിലുള്ള ആൻസേഴ്സ് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റി. ക്വറികളൊക്കെ ചോദിച്ചു. അതൊക്കെ ഞാൻ ചാറ്റിൽ നമ്മൾ ഇതായിരുന്നു, ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു. ചാറ്റിൽ നമുക്ക് ക്വറി എഴുതിയിടാം, അതിനൊക്കെ എഴുതിയിട്ടു. അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭാഗ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റി. കാരണം ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഭാഗത്തുനിന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് പറയണല്ലോ, ആ ഇന്റർവ്യൂവിൽ 2 പേരും നല്ല ആൾക്കാരായിരുന്നു. അവർ ഒരു പ്ലസന്റോട് കൂടിയായിരുന്നു ആ ഇന്റർവ്യൂ എടുത്തത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കും വളരെ സന്തോഷത്തോടെ എനിക്ക് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇത് എനിക്ക് സെലക്ട് ആവും എന്നെനിക്ക് 100% ഉറപ്പായി. കാരണം എൻ്റെ പെർഫോമൻസ് എനിക്ക് അതിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം എനിക്ക് അതിൻ്റെ അപ്ഡേഷൻ വന്നു. ഞാൻ ആ റൗണ്ട് പാസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു, ഇനി ഞാൻ നേരിട്ട് ജോലിക്ക് പോവാണ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു അടുത്ത റൗണ്ട് ഉണ്ട്, അത് മാനേജർ റൗണ്ട് ആണെന്ന്. അപ്പോൾ പകുതി ഒരു ഇത് കയറി, അയ്യോ ഇനിയും റൗണ്ടോ. അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മാനേജർ റൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ യുവർ സ്ട്രെങ്ത്, യുവർ വീക്ക്നെസ്, എന്തുകൊണ്ട് ഹയർ ചെയ്യണം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പം ഞാൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെയധികം പ്രിപ്പയർ ചെയ്തു. എൻ്റെ സാലറി എക്സ്പെക്ടേഷൻ പോലും പറയാനൊരു ചോദ്യത്തിനുള്ള ഉത്തരം പോലും ഞാൻ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഇന്റർവ്യൂവിന്. നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഇന്റർവ്യൂവിന്. ആ മാനേജർ കുറച്ച് റൂഡ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു രീതിയിലായിരുന്നു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ആള്. ക്യാമറ ഓൺ ആക്കണം നിർബന്ധമൊന്നുമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്കിങ്ങനെ നമ്മളെ തന്നെ കണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെയും കൂടി റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആളുടെ മുഖത്തൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാനായിട്ടൊരു സുഖം ഉണ്ടായിരിക്കും. ഇത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറച്ച് റൂഡായിട്ടായിരുന്നു. പ്രൊജക്റ്റുകളെ കുറിച്ച്, അതും പ്രൊജക്റ്റിന്റെ വേറെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നും എനിക്ക് ആൻസർ ബബ്ബ അടിച്ചു പോയൊരു ഇന്റർവ്യൂ ആയിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്റർവ്യൂ കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ഞാൻ മാമോടും പാപ്പനോടും പറഞ്ഞു ഇതെനിക്ക് കിട്ടില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ വിചാരിക്കണ്ട, നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചു. പിറ്റേ ദിവസം അറിഞ്ഞു ഞാൻ റിജക്റ്റ് ആയി പോയിരിക്കുകയാണെന്ന്. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അങ്ങോട്ട് കരഞ്ഞ് ഇല്ലാണ്ടായി. കാരണം എൻ്റെ അവസാനത്തെ ഹോപ്പായിരുന്നു അത്. അവസാനത്തെ ഹോപ്പും കൂടിയും പോയപ്പോൾ ഞാൻ ഇല്ലാതായി പോയി ഗൈസ്. അങ്ങനെ ഇഷ്ടം പോലെ കരഞ്ഞു ഞാൻ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ബാഗും പാക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. കാരണം എനിക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായി. നല്ല ബിരിയാണിയൊക്കെ താഴെ വെച്ചിട്ടുണ്ട്, ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടെ. സോ ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. ബൈ.